അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം സൂറത്തുൽ ബലദ് രണ്ടാമത്തെ സൂക്തം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വ അൻത ഹില്ലും ബിഹാദൽ ബലദ്. താങ്കൾ ഈ നാട്ടിൽ താമസിക്കുന്നവനാണല്ലോ. വ അൻത താങ്കൾ ഹില്ലുൻ താമസിക്കുന്നവനാണ്, ബിഹാദൽ ബലദ് ഈ നാട്ടിൽ. മക്ക നഗരത്തെ കൊണ്ട് സത്യം ചെയ്ത ആയത്തിന് ശേഷം അള്ളാഹു പറയുകയാണ്, റസൂലെ താങ്കൾ ഈ മക്കയിൽ താമസിക്കുന്നവനാണല്ലോ എന്ന്. മക്ക നഗരി സ്വതവേ പവിത്രമാണ്. അറബികൾ പൂർണ്ണമായും ആദരിച്ചിരുന്ന, ബഹുമാനിച്ചിരുന്ന, ശാന്തിയുടെ സമാധാനത്തിൻ്റെ ഇടമാണ്. ആ പ്രദേശത്തിൻ്റെ പവിത്രതയുടെ, പരിശുദ്ധിയുടെ മാറ്റുകൂട്ടുന്ന, തോത് വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് താങ്കൾ ഈ പ്രദേശത്തെ താമസക്കാരനാണ് എന്നത്. താങ്കളെ പോലെ ലോകത്തെ ഏറ്റവും പരിശുദ്ധനായൊരു സൃഷ്ടികളിലെ ഏറ്റവും ശ്രേഷ്ഠൻ ഈ നഗരിക്ക് പോലും, ഈ പ്രദേശത്തിന് പോലും അഭിമാനമാണ്. ആ പ്രദേശത്തിന്റെ നിലവിലുള്ള പേരും പെരുമയും എത്രമാത്രം മഹത്തരമാണോ അതിനെ വർദ്ധിപ്പിക്കുന്ന ഒന്നുമാണ്. ഹില്ല് എന്നതിന് അനുവദനീയമായത് എന്ന അർത്ഥമുണ്ടല്ലോ. മക്കയിൽ ചെടികൾ പോലും മുറിക്കാൻ അനുവാദമില്ല, ജീവികളെ പോലും കൊല്ലാൻ അനുവാദമില്ല. വീടുകൾക്കും ഖബറുകൾക്കും വേണ്ടി ഉപയോഗിക്കുന്ന ഇദ്ഖിർ ചെടിയെ മാത്രമാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഈ വിഭാഗത്തിൽ നിന്നും ഒഴിവാക്കിയത്. നിസ്സാരമായ ജീവികൾ പോലും, ചെടികൾ പോലും സുരക്ഷിതമായി മക്കയിൽ അള്ളാഹുവിൻ്റെ റസൂൽ ശത്രുക്കൾക്ക് അനുവദനീയമായിരുന്നു. അദ്ദേഹത്തെ ദ്രോഹിക്കാൻ, അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ, അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ, പീഡിപ്പിക്കാൻ അനുവാദമുള്ളതുപോലെയാണ് അവർ പെരുമാറിയിരുന്നത്. ഏത് ജീവികളും സുരക്ഷിതമായ ഈ മക്കയിൽ അള്ളാഹുവിൻ്റെ റസൂൽ സുരക്ഷിതമായിരുന്നില്ല. ആദർശ വിരോധത്തിൻ്റെ പേരിൽ, പ്രവാചകൻ കൊണ്ടുവന്ന സത്യമതത്തിൻ്റെ പേരിൽ എவ்விധവും ബുദ്ധിമുട്ടിക്കാനും കഷ്ടപ്പെടുത്താനും അനുവാദമുള്ളതുപോലെയാണ് അവർ പെരുമാറിയിരുന്നത്. ഈ രൂപത്തിൽ ഈ സൂക്തത്തെ വ്യാഖ്യാനിച്ച ആളുകളുണ്ട്. പൂർണ്ണമായും ശരിയായൊരു ചരിത്ര യാഥാർത്ഥ്യമാണ്. എല്ലാം സുരക്ഷിതമായ മക്കയിൽ സത്യവിശ്വാസവും സത്യവിശ്വാസികളും സത്യവിശ്വാസികളുടെ പ്രവാചകനും സുരക്ഷിതനായിരുന്നില്ല എന്നത്. കഅബയിൽ ബോധം കെടുവോളം അള്ളാഹുവിൻ്റെ പ്രവാചകനെയും സഹാബത്തിനെയും പീഡിപ്പിച്ച അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒട്ടകത്തിൻ്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല പ്രവാചകന്റെ കഴുത്തിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കെ കൊണ്ടുവന്നിട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും സുരക്ഷയുണ്ട്, പക്ഷെ അള്ളാഹുവിൻ്റെ റസൂലിനോ സത്യവിശ്വാസികൾക്കോ സുരക്ഷയില്ല എന്ന അവസ്ഥയും മക്കയിലുണ്ട്. ഇതല്ലാത്തൊരു വ്യാഖ്യാനം കൂടി വഅൻത ഹില്ലും ബിഹാദൽ ബലദ് എന്നതിനുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലെ താങ്കൾക്ക് ഈ നാട് അനുവദനീയമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പ്രവാചകന്റെ ഹദീസിൽ ഒന്നാം സൂക്തം വിശദീകരിച്ചപ്പോൾ പറഞ്ഞിരുന്നു, എനിക്ക് മുമ്പോ ശേഷമോ ഈ നാട് ആർക്കും അനുവദിച്ചിട്ടില്ല, കുറച്ച് സമയം എനിക്ക് അനുവദിച്ചിട്ടുണ്ട് എന്ന്. യുദ്ധം പോലും ഏറ്റവും അനിവാര്യമായ ഘട്ടത്തിൽ, സമാധാനം പുലരാൻ ഇതേ മാർഗമുള്ളൂ എന്ന ഘട്ടത്തിൽ ആ പ്രദേശത്ത് അള്ളാഹുവിൻ്റെ റസൂലിന് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. അതുദ്ദേശിച്ചുമാകാം ഈ സൂക്തം. ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ 2 അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഉച്ചരിക്കുക. ഹ ഹ വേൽ വേൽ. വഅൻത സുക്കൂനുള്ള നൂനിന് ശേഷം താ വന്നിരിക്കുന്നു. സുക്കൂനുള്ള നൂനിനോ തൻവീനിനോ ശേഷം താ, സാ, ജീമ്, ദാല്, ദാല്, സായ്, സീന്, ഷീന്, സ്വാദ്, വാദ്, ത്വാ, ലാ, ഫാ, ഖാഫ്, കാഫ് എന്നീ 15 അക്ഷരങ്ങളിൽ ഏത് വന്നാലും അവിടെ സുക്കൂനുള്ള നൂനിനെ അല്ലെങ്കിൽ തൻവീനിനെ മറക്കുകയും മണിക്കുകയും വേണം. അൻത എന്നോതിയാൽ നൂനിനെ മറച്ചിട്ടില്ല, മണിച്ചിട്ട് മാത്രമേ ഉള്ളൂ. അൻത മറച്ച് മണിച്ച് ഓതണം. ഇഖ്ഫ എന്നാണ് ഈ നിയമത്തിൻ്റെ പേര്. ഹില്ലുംബി തൻവീനിന് ശേഷം ബാ വന്നിരിക്കുന്നു. സുക്കൂനുള്ള നൂനിനോ തൻവീനിനോ ശേഷം ബാ വന്നാൽ ആ നൂനിനെ അല്ലെങ്കിൽ തൻവീനിനെ ഉച്ചാരണത്തിൽ മാത്രം മീമാക്കി മാറ്റിമറിച്ച് മണിച്ച് ഓതണം. ഈ നിയമത്തിന് ഇഖ്ലാബ് എന്നാണ് പറയുക. ഇതിന് ഒരൊറ്റ അക്ഷരമേ ഉള്ളൂ, അത് ബാ ആണ്. وأنت حل بهذا البلد وأنت حل بهذا البلد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാവട്ടെ.